വിശ്വാസ രംഗത്ത് മാറ്റം വരികയില്ല. പടച്ച റബ്ബ് റഹ്മാനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ അത് ഒന്നാമത്തെ മനുഷ്യനും വിശ്വസിക്കേണ്ട യാഥാർത്ഥ്യമാണ്. അന്നില്ലാത്ത സിഫത്ത് അള്ളാഹ്ക്ക് ഇന്ന് വേറെ ഉണ്ടാവില്ല. അന്നില്ലാത്തൊരു ഇസ്മ ഇന്ന് വേറെ ഉണ്ടാവില്ല. ഒരുപക്ഷെ അന്നല്ല അറിയിച്ചു കൊടുക്കാത്ത ഇസ്മ ഇന്ന് അറിയിച്ചു കൊടുത്തേക്കാം. ആദം നബിക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കാത്ത ഇസ്മ ഒരുപക്ഷെ ഇബ്രാഹിം നബിക്കോ മൂസാ നബിക്കോ ഈസാ നബിക്കോ മുഹമ്മദ് നബിക്കോ ഒക്കെ അറിയിച്ചു കൊടുത്തേക്കാം. ഒരുപക്ഷെ ആർക്കും അറിയിക്കാത്തൊരു ഇസ്മ ഉണ്ടായേക്കാം. എന്നാൽ പുതിയ ഇസ്മ പടച്ച റബ്ബിന് ഉണ്ടായി വരിക, പുതിയ സിഫത്ത് ഉണ്ടായി വരിക, അതുണ്ടാവില്ല. അതുകൊണ്ട് നബി ഞങ്ങളെ പ്രാർത്ഥന നമുക്ക് കാണാമല്ലോ, അള്ളാഹുവിൻ്റെ എല്ലാ പേരും വെച്ച് ഞാൻ ചോദിക്കുന്നു. അപ്പം നിനക്ക് നീ വെച്ച എല്ലാ പേരും വെച്ച് ഞാൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം നബി ഞങ്ങൾ പറഞ്ഞു, എൻ്റെ കിതാബിൽ നീ ഇറക്കിയത് അല്ലെങ്കിൽ ഏതെങ്കിലും എൻ്റെ അടിമയ്ക്ക് നീ പഠിപ്പിച്ചു കൊടുത്തത് അല്ലെങ്കിൽ ആർക്കും പഠിപ്പിച്ചു കൊടുക്കാതെ നിനക്ക് മാത്രം അറിയാവുന്ന നിൻ്റെ പേരുകൾ അതെല്ലാം വെച്ച് ഞാൻ ചോദിക്കുന്നു. അപ്പോൾ ആ ഇസ്മുകൾ ഏതെങ്കിലും ഒരു നബിക്ക് അല്ലാഹു വഹി നൽകിയതുണ്ടാകാം, ഏതെങ്കിലും ഒരു കിതാബ് അല്ലാഹു തആല ഇറക്കിയ നാമങ്ങൾ ഉണ്ടാവാം. ഒരാൾക്കും അറിയിച്ചു കൊടുക്കാത്ത റബ്ബിന് മാത്രം അറിയുന്ന റബ്ബിന് നാമങ്ങളും ഉണ്ടാകാം. എന്നാൽ പുതിയ നാമം ഉണ്ടായി വരുന്നില്ല പടച്ച റബ്ബിന്. വിശ്വാസകാര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല എന്നർത്ഥം. ഇത് അടിസ്ഥാനമാണ്. അതുകൊണ്ട് നബി ഞങ്ങൾ പറഞ്ഞത് അൽ അംബിയാഉ അബ്നാഉൽ ലിഅല്ലാത്തിൻ, പ്രവാചകന്മാർ അബ്നാഉൽ ലിഅല്ലാത്തിൻ, ഒരാളുടെ വ്യത്യസ്ത ഭാര്യമാരിൽ പിറന്ന മക്കളെപ്പോലെയാണ്. ഒരാളുടെ വ്യത്യസ്ത ഭാര്യമാരുണ്ടായ മക്കളെപ്പോലെയാണ് അമ്പിയാക്കൾ. പിതാവ് ഒന്നാണ്, മാതാക്കൾ വ്യത്യസ്തമാണ്. അവർക്കെല്ലാം വാപ്പ ഒന്നാണ്, പക്ഷെ ഉമ്മ വ്യത്യസ്തമായ ഉമ്മമാർ എന്നതുപോലെയാണ്. ദീനുഹും വാഹിദ്, അവിടെ അടിസ്ഥാന ആദർശം ഒന്നാണ്. എന്നാൽ മറ്റു കാര്യങ്ങൾ വമനാഹിജുഹും ശത്ത, അവിടെ മൻഹജുകൾ, അവിടെ ശരീഅത്തുകൾ അതെല്ലാം വ്യത്യസ്തമാകുന്നു. അപ്പം നിയമങ്ങൾ വ്യത്യാസം ഉണ്ടാകും, പക്ഷേ അടിസ്ഥാന വിശ്വാസങ്ങളിൽ മാറ്റം വരുന്നില്ല. അത് തൗഹീദ് എന്നുള്ളത് ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെടും മുമ്പേ തന്നെ ലോകത്തുള്ള യാഥാർത്ഥ്യമാണ്. പടച്ച റബ്ബ് മാത്രമുള്ള ഒരു പടപ്പുമില്ലാത്ത കാലത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ലാ ഇലാഹില്ല, അന്ന് റബ്ബിന് ഇലാഹായി അംഗീകരിക്കാൻ ആരുമില്ല എന്ന് മാത്രം, റബ്ബിനെ ആരാധിക്കാൻ ആരുമില്ല എന്ന് മാത്രം. പക്ഷേ യാഥാർത്ഥ്യം അന്നും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അമ്പിയാക്കൾ വന്നിട്ട് തൗഹീദിൽ പുതിയൊരു കാര്യം പഠിപ്പിച്ചിട്ടില്ല. അന്ന് തൗഹീദായ ഒന്ന് പിന്നെ തൗഹീദ് അല്ലാതായി മാറുക, അന്ന് ശിർക്കായ ഒരു കാര്യം പിന്നെ ശിർക്കല്ലാതായി മാറുക, അങ്ങനത്തെ ഒന്നും ഉണ്ടാവുകയില്ല. അത് ലോകം മുഴുവനും ഏത് കാലത്തും ഖിയാമത്ത് വരെയും അതങ്ങനെ തന്നെയാണ്. ഈ ലോകത്ത് മുഴുവൻ മനുഷ്യന്മാരും അതിനെതിരെ പറഞ്ഞാലും ശരി, ഈ യാഥാർത്ഥ്യം മാറാൻ പോകുന്നില്ല. ലോകത്ത് മുഴുവൻ മനുഷ്യന്മാരെയും ഏകോപിപ്പിച്ചിട്ട് പടച്ച റബ്ബിന് ശരീക്കുണ്ട്, പങ്കുകാരുണ്ടെന്ന് വിശ്വസിച്ചാൽ അവർക്ക് വിശ്വസിക്കാമെന്നല്ലാതെ അതുകൊണ്ട് പടച്ച റബ്ബിന് ശരീക്കുണ്ടാവുകയില്ല. ഇത് അടിസ്ഥാന ഭാഗമാണ്. ആ തൗഹീദ് അതാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നുകൊണ്ട് ഇവിടെ അടിസ്ഥാനമായി പഠിപ്പിച്ച ഏറ്റവും ഒന്നാമത്തെ ആശയം. അസ്ലതാണ്, ജീവനതാണ്.